My dear students, welcome to our online video coaching for SSC Maths. My name is J.VIJAYAMOHAN, the Director of CAPS Coaching Center, Trivandrum. ഇന്ന് നമുക്ക് പുതിയൊരു പോർഷൻ പഠിക്കാം. Trigonometry. Trigonometry. അതൊരു 2-3 സെന്റൻസിന്റെ ഒരു ഹിസ്റ്ററി പറയും. ട്രിഗണോമെട്രിയ, ഈ രണ്ട് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ട്രിഗണോമെട്രി ഉണ്ടായത്. The father of trigonometry is known as Hipparchus. Hipparchus 190 to 120 BC. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ഗ്രീക്ക് മാത്തമാറ്റീഷ്യൻ, കൂടാതെ അദ്ദേഹം ഒരു അസ്ട്രോണമർ കൂടി ആയിരുന്നു. ഈ ട്രിഗണോമെട്രിയുടെ കുറച്ച് കാര്യങ്ങൾ ഇതിനു മുമ്പ് ജീവിച്ചിരുന്ന യൂക്ലിഡ്, അതായത് BC 300 യൂക്ലിഡ് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചതാണ്. അതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ് ഹിപ്പാർക്കസ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ദ ഫാദർ ഓഫ് ട്രിഗണോമെട്രി എന്ന് അറിയപ്പെടുന്നത്. എന്താണ് ട്രിഗണോമെട്രി? ട്രിഗണോമെട്രി ഇസ് എ ബ്രാഞ്ച് ഓഫ് ജോമെട്രി എന്ന് പറയും. ട്രിഗണോമെട്രി ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ട്രിഗണോൺ ആൻഡ് മെട്രി എന്ന രണ്ട് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഉണ്ടായതെന്ന്. ട്രിഗണോൺ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾസ് എന്നാണ്, മെട്രിയ മീൻസ് മെഷർമെന്റ് എന്നാണ്. അപ്പൊ ട്രയാങ്കിൾസ് മെഷർമെന്റ്, അതാണ് ഞാൻ നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞത്. അതില് 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ ഇപ്പൊ എഴുതുന്നില്ല, പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് പറയുന്നുണ്ട്. അതായത് സൈൻ, കൊസൈൻ, ടാൻജന്റ്, കൊസീക്കന്റ്, സീക്കന്റ്, കോട്ട്. അതാണ് സൈൻ, കോസ്, ടാൻ, കൊസി, സീക്കോട്ട് നമ്മൾ പഠിച്ചത്. പക്ഷേ ഹിപ്പാർക്കസ് കണ്ടുപിടിച്ചതിൽ ഈ പേരുകളൊന്നും അല്ലായിരുന്നു. കുറച്ച് പ്രയാസമാണ്. ഞാനൊന്ന് എഴുതി കാണിക്കാം. സൈൻ, കൊസൈൻ, ടാൻജന്റ്, കൊസീക്കന്റ്, സീക്കന്റ്, കോട്ടാൻജന്റ്. ഇതാണ് ഫുൾ ഫോം. പിന്നെ നമ്മൾ ഷോർട്ടായിട്ട് സൈൻ, കോസ്, ടാൻ, കൊസി, സീക്കോട്ട് എന്ന് പറയും. അപ്പൊ ഹിപ്പാർക്കസ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. വേറെ ചില വാക്കുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല. കുറച്ചുകൂടി അത് ഈ പേരുകളൊക്കെ കണ്ടുപിടിച്ചത് വേറെ ചില മാത്തമാറ്റീഷ്യൻസ് ആണ്. ഈ സൈനും കോസും, ഷോർട്ട് ഫോമാണ് സൈനും കോസ്. സൈനും കോസും കണ്ടുപിടിച്ചത് നമ്മളെ ഇന്ത്യൻ മാത്തമാറ്റീഷ്യനായ ആര്യഭട്ടയാണ്. ആര്യഭട്ട AD 476 മുതൽ 550 AD. പിന്നെ എന്തുണ്ട്? ടാൻജന്റ് ഉണ്ട്, കൊസീക്കന്റ്, സീക്കന്റ്, കോട്ടാൻജന്റ്. ഇതെല്ലാം കണ്ടുപിടിച്ചത് വേറെ 2 അറബിയൻ മാത്തമാറ്റീഷ്യൻസ് ആയിരുന്നു, മുസ്ലിം മാത്തമാറ്റീഷ്യൻസ് ആയിരുന്നു. ഞാൻ അവരോടൊന്നും പോകുന്നില്ല. ഈ സൈനും കൊസൈനും ഇങ്ങനെയാണ് ആര് കണ്ടുപിടിച്ചത്? ആര്യഭട്ട. ഈ പേരിൽ അറിയപ്പെടുന്ന ഈ 4 കണ്ടുപിടിച്ചത് ആരാണ്? 2 മുസ്ലിം മാത്തമാറ്റീഷ്യൻസ് എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഇതിനെ ഷോർട്ടായിട്ട് സൈൻ, ഇതിനെ ഷോർട്ടായിട്ട് കോസ്, ഇതിനെ ഷോർട്ടായിട്ട് എന്ത് പറയും? ടാൻജന്റിന് ടാൻ, ഇത് സീക്ക് എന്ന് പറയും. ഇത് സീക്കന്റ്, പിന്നെ സീക്ക് എന്ന് പറയും. കോട്ടാൻജന്റിന്റെ കോട്ടെന്ന് പറയും. നിങ്ങൾ സ്കൂൾ ക്ലാസ് പഠിച്ചാണ് സൈൻ, കോസ്, ടാൻ, കൊസി, സീക്ക്. ഇതാണ് അതിന്റെ ഫുൾ ഫോം. ഇതിന്റെ അബ്രിവിയേഷൻസ്, ഈ അബ്രിവിയേഷൻസ് കണ്ടുപിടിച്ചത് വേറൊരു മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹത്തിന്റെ പേര് ആൽബർട്ട് ജെറാർഡ് എന്നാണ്. ഏകദേശം 16ാം നൂറ്റാണ്ടിലാണ് കണ്ടുപിടിച്ചത്. ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. ഇതിന്റെ ബേസ് ആയിട്ട് ഇത്ര നമ്മൾ മനസ്സിലാക്കിയാൽ മതി, കൂടുതൽ ഞാൻ പറയുന്നില്ല.
ഇതിന്റെ ബേസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കും. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഇത് 90 ഡിഗ്രി റൈറ്റ് ട്രയാങ്കിൾ ആണ് ഞാൻ എടുത്തത്. സപ്പോസ് ദിസ് ആംഗിൾ ഇസ് തീറ്റ. ഗ്രീക്ക് ആൽഫബറ്റിലെ ലക്ഷണമാണ് തീറ്റ എന്ന് പറയുന്നത്. ഈ ആംഗിളിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് അതിനെന്ത് പറയും? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയും. നമുക്കറിയാം 90 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് എപ്പോഴാണ്? ഹൈപ്പോട്ടിന്യൂസ്. തേർഡ് ആംഗിളിന് അറിയപ്പെടുന്നത്, തേർഡ് സൈഡിനെ എങ്ങനെ പറയും? അഡ്ജസന്റ് സൈഡ്. എപ്പോഴും 90 ഡിഗ്രി ഓപ്പോസിറ്റ് ഹൈപ്പോട്ടിന്യൂസ് തന്നെയാണ്. ഏത് ആംഗിളാണ് എടുക്കുന്നത് അതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഓപ്പോസിറ്റ് സൈഡ്, തേർഡ് സൈഡിന് അഡ്ജസന്റ് സൈഡ് എന്ന് പറയും. ഈ ആംഗിളാണ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഇതായിരുന്നു. അങ്ങനെ വ്യത്യാസമുണ്ട്. ഇതിലാ ഞാൻ പറഞ്ഞല്ലോ സൈൻ. ഇപ്പൊ സൈൻ ഓഫ് ദിസ് സൈൻ തീറ്റ എന്ന് എഴുതും. സിംപിളി ഇങ്ങനെ എഴുതും. അത് ആരാണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഓപ്പോ ബൈ ഹൈപ്പോ എന്ന് പറയും. രണ്ടാമത്തെ ഏതാ? കൊസൈൻ. സിമ്പിൾ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കൊസൈൻ തീറ്റ എങ്ങനെ എഴുതും? കോസ് തീറ്റ. അത് അഡ്ജെ ബൈ ഹൈപ്പോ, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഇനി ടാൻജന്റ് തീറ്റ, that is simply known as a tan theta, that is opposite side by adjacent side. Next is cosecant എന്ന് പറഞ്ഞല്ലോ. cosecant theta simply known as cosec theta. അപ്പൊ അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പേരുടെ റെസിപ്രോക്കൽസ് ആണ് മൂന്ന്. കൊസൈനിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്കന്റ്. അപ്പൊ ഇങ്ങനെ ഒരു ഹൈപ്പോ ബൈ ഓപ്പോ, ഹൈപ്പോ ബൈ ഓപ്പോ. സീക്കന്റ് തീറ്റ simply known as sec theta. This reciprocal of cos, that is hypo by adjacent. Next is cotangent theta, simply known as cot theta, that is reciprocal of tan theta, that is adjacent side by opposite side. അപ്പൊ ആദ്യത്തെ മൂന്നെണ്ണം മനസ്സിലായിരുന്നു. തിരിച്ചു പറയുമ്പോൾ അടുത്ത മൂന്നെണ്ണം കിട്ടും. സൈൻ കോസ് ടാൻ കൊസെക് സെക് കോട്ട്. ഇതാണ് ബേസ്. ട്രിഗണോമെട്രിയുടെ ബേസ് ഇതാണ്. These are known as trigonometric ratios. മനസ്സിലായോ? അടുത്തത് കാരണം പറഞ്ഞു റെസിപ്രോക്കൽ റിലേഷൻസ്. Sin theta equals 1 by cosec theta. Cosec theta equals 1 by sin theta. Cos theta 1 by sec theta. Sec theta 1 by cos theta. നേരത്തെ പറഞ്ഞല്ലോ sin cos tan cosec sec cot. അപ്പോൾ സൈൻ്റെ റെസിപ്രോക്കൽ ആരാണ്? cosec. തിരിച്ച് cosecന്റെ റെസിപ്രോക്കൽ sin എന്നും പറയാം. cos 1 by sec, sec 1 by cos. അടുത്തത് tan theta 1 by cot theta. Also cot theta equals 1 by tan theta. These are known as reciprocal relations. Next is quotient relations. Quotient relations. അത് ആദ്യത്തേതാണ് tan theta. That is sin theta by cos theta. Next is cot theta. Tanന്റെ റെസിപ്രോക്കൽ cot ആണ്. ഇത് തിരിച്ചു വരും. cos theta divided by sin theta. Tan theta sin theta by cos theta, cot theta cos theta by sin theta. These two are known as quotient relations. Next is squared relations അല്ലെങ്കിൽ പൈതഗോറിയൻ
റിലേഷൻസ് എന്ന് പറയും. Pythagorean relations. Squared relations or Pythagorean relations. First is sin square theta plus cos square theta equals 1. Sin square theta എന്ന് പറഞ്ഞാൽ sin theta into sin theta. ഇടയ്ക്ക് സ്ക്വയർ ഇടുള്ളൂ. sin theta രണ്ട് പ്രാവശ്യം അതിന്റെ പ്രോഡക്റ്റ് എടുക്കും. sin square theta plus cos square theta 1. നമുക്ക് ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ കണ്ടുപിടിച്ചു. എന്താ സൈൻ സ്ക്വയർ തീറ്റ? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അതുപോലെ കോസ് സ്ക്വയർ തീറ്റയോ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലെ. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 എന്ന് മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് രണ്ട് ഫോർമുല കൂടെ കിട്ടും. ഇതൊന്ന് പഠിച്ചാൽ ഇത് രണ്ടും കൂടി കിട്ടും. ഇനി ഇതുപോലെ 1 വരുന്ന അടുത്തൊരു ഫോർമുല c square theta minus tan square theta equals 1 ആണ്. Then c square theta equals 1 plus tan square theta, right? No plus ആവില്ലേ. Then tan square theta ഈ 1 ഇപ്പുറത്ത് c square theta minus. ഇതൊന്നും മനസ്സിലാക്കുക. c square theta minus tan square theta equals 1. Then എന്ത് കിട്ടും നമുക്ക്? c square theta 1 plus tan square theta, tan square theta c square theta minus 1. ഇനി ഇതുപോലെ 1 വരുന്ന ഒരു ഫോർമുല കൂടി ഉണ്ട്. cosec square theta minus cot square theta equals 1. cosec square theta minus cot square theta equals 1. അപ്പൊ അതിൽ നിന്നും എന്ത് കിട്ടും? cosec square theta equals 1 plus cot square theta, അല്ലെ. cosec square theta equals 1 plus cot square theta. Next is the cot square theta equals cosec square theta minus 1. ഈ 1 വരുന്ന 3 റിലേഷൻ പഠിച്ചാൽ ബാക്കി 6 കൂടി നമുക്ക് കിട്ടും. 9 ഫോർമുല അല്ലെ. 9 ഉണ്ട്. sin square theta plus cos square theta 1. അപ്പോൾ sin square theta 1 minus cos square theta, cos square theta 1 minus sin square theta. c square theta minus tan square theta 1 c square theta 1 plus tan square theta, tan square theta c square theta minus 1. അടുത്തേതാ? cosec square theta minus cot square theta 1. then cosec square theta 1 plus cot square theta, അതുപോലെ cot square theta cosec square theta minus 1. 1 വരുന്ന 3 റിലേഷൻ പഠിച്ചാൽ ബാക്കി 6 കൂടെ മനസ്സിലാക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ 10th വരെയുടെ ക്ലാസ് 10th പഠിച്ചതാണ്. ഇതെല്ലാം ബേസ് ആണ്. ഇന്ന് ഞാൻ ട്രിഗണോമെട്രിയെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ബേസിക് ഫോർമുലകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് ഈ ട്രിഗണോമെട്രിയിലൊന്ന് നമുക്ക് SSCക്ക് CGL CHSL 4 ക്വസ്റ്റ്യൻ വരും. അതിൽ 3 ക്വസ്റ്റ്യൻ ഈ ഫോർമുലകളൊക്കെ വെച്ചുള്ള, ഇനിയുണ്ട് കുറെ ഫോർമുലകൾ. ആ ഫോർമുലകൾ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഇതിൽ ഒരുപാട് ഷോർട്ട് കട്ട്സ് ഉണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് വരുന്നതാണ്. ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ വിളിച്ചിട്ടില്ലേ? ഹൈറ്റ് ഓഫ് മൗണ്ടൻ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു places, എന്തെങ്കിലുമൊക്കെ, ഹൈറ്റ് ഓഫ് എ മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗ്, എന്തെങ്കിലുമൊക്കെ വരാം. അപ്പൊ ഇങ്ങനെ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന പോർഷൻ അല്ലെന്ന് ഒരു ക്വസ്റ്റ്യൻ. ബാക്കി ഫോർമുലകളൊക്കെ വെച്ച് 3 ക്വസ്റ്റ്യൻ. അങ്ങനെ 4 ക്വസ്റ്റ്യൻ ആണ് പൊതുവെ ടയർ 1 ചോദിക്കുക. ഞാൻ ആദ്യം ട്രിഗണോമെട്രിയുടെ ഒറിജിൻ അതിനെ കുറിച്ചാണ് കുറച്ച് പറഞ്ഞത്. എക്സാമിനേഷൻ ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ളതാ പറഞ്ഞത് ഈ ഫോർമുലകൾ. അത്രേ പറഞ്ഞുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയില് പുതിയ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ കുറച്ചുണ്ട് 3 ക്വസ്റ്റ്യൻസ് ഈ ഫോർമുല വെച്ചുള്ളത് വരും. ബാക്കി ഒരു ക്വസ്റ്റ്യൻ പിന്നെ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് വരും. അങ്ങനെ ആ 4 ക്വസ്റ്റ്യൻ ആണ് CGL CHSL ടയർ 1 വരിക. എന്നാൽ CGL ടയർ 2 ഇതിലൊന്നൊരു 10-12 ക്വസ്റ്റ്യൻസ് വരാം. ഓൾജിബ്ര, ട്രിഗണോമെട്രി, ജോമെട്രി, ഇത് 3 വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ ആദ്യം ഈ ഓൾജിബ്ര എടുത്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആകെ 25 ക്വസ്റ്റ്യനിൽ 12 ക്വസ്റ്റ്യനും ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നാണ്, 3 പോർഷനിൽ നിന്നാണ്. ഇതൊക്കെ ഓൾജിബ്ര, ട്രിഗണോമെട്രി, ജോമെട്രി. ഇത് 3 പഠിച്ചാൽ 50% പകുതി ക്വസ്റ്റ്യൻസും കിട്ടുന്നു. മനസ്സിലായി? 4 ക്വസ്റ്റ്യൻസ്. മറ്റു കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടാതെ കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക.